ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവംബർ 2022 ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മാത്സിൻ്റെ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് 2017 ആൻഡ് 2018 അഡ്മിഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വർഷങ്ങളിൽ സപ്ലി കിട്ടിയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് സിമിലർ സിറ്റുവേഷനിലൂടെയുള്ള ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇത് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക. കാരണം മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്ട് എ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ പാർട്ട് എ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും 1 മാർക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x by x. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്താൽ മതി? tan x നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? tan x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x ഡിവൈഡഡ് ബൈ cos x ആണ്. സോ ഇവിടെ tan x by x പകരം എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x ഇൻറ്റു cos x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x ഡിവൈഡഡ് ബൈ x ഇൻറ്റു 1 by cos x മാറ്റി എഴുതി. ദാറ്റ് ഈസ് sin x by x കൊടുക്കുമ്പോൾ ഇവിടെ sin x by ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x എന്ന് പറഞ്ഞാൽ എന്താ? അത് 1 ആണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന റിസൾട്ടാണ്. സോ ഇവിടെ അതുപോലെ 1 by cos 0 ദാറ്റ് ഈസ് cos 0 1 ആണ്. സോ 1 by 1 അതും 1 ആയി പോകും. അപ്പോൾ 1 ഇൻറ്റു 1 ലിമിറ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1 കിട്ടും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x by x is equal to 1. Next question, if limit x tends to 4 f of x minus 5 is divided by x minus 2 is equal to 1, then limit x tends to 4 f of x is equal to. സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണ്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? എക്സ് ടെൻസ് ടു 4 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു തന്നിരിക്കുന്ന കാര്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എഫ് ഓഫ് എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. അപ്പം എക്സ് ടെൻസ് ടു 4 ആകുമ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എങ്ങോട്ടേക്ക് പോകും? എക്സിന് 4 കൊടുക്കുമ്പോൾ ഇത് 4 - 2 2 ടെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആണ് 1 അല്ലേ? എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 2 പോകുമെങ്കിൽ ഇതിൻ്റെ ഹോൾ വാല്യൂ 1 ആകണമെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് 5 എന്തായിരിക്കണം? 1 2 പോകണം. എങ്കിൽ മാത്രമേ ഇത് 2/2 എന്നുള്ള ഫോമാറ്റിലാവത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് മൈനസ് 5 മസ്റ്റ് ഓൾസോ ടെൻസ് ടു 2 ആസ് എക്സ് ടെൻസ് ടു 4. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? എഫ് ഓഫ് എക്സ് മൈനസ് 5 4 ടെൻഡ് ചെയ്യുന്നു പറഞ്ഞാൽ ആസ് എക്സ് ടെൻസ് ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എഫ് ഓഫ് 4 മൈനസ് 5 എക്സ് 4 പോകുമ്പം 2 ഈ ഒരു വാല്യൂ പോകണം എഫ് ഓഫ് എക്സ് മൈനസ് 5. സോ എഫ് ഓഫ് 4 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സിംപ്ലിഫിക്കേഷൻ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു 2 + 5 ഈക്വൽ ടു 7 കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു 7. അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത് അല്ലേ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ റെഫറൻസ് ബുക്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി ദെൻ ഫോർ എനി വാല്യൂ ഓഫ് കെ ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ദെയർ എക്സിസ്റ്റ് എ പോയിന്റ് സി ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ. സോ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ ക്രിട്ടിക്കൽ പോയിന്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കാണ്. സോ എ പോയിന്റ് സി ഈസ് ക്രിട്ടിക്കൽ ഇഫ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 ഓർ എഫ് ഡാഷ് ഓഫ് സി ഡസൻറ്റ് എക്സിസ്റ്റ്. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആവശ്യമുള്ളവർ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അടുത്തത് വാട്ട് ഈസ് ദ ഫിസിക്കൽ ഇന്റർപ്രിറ്റേഷൻസ് ഓഫ് ദ മീൻ വാല്യൂ തിയറം. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മീൻ വാല്യൂ തിയറം എന്താണെന്നുള്ളത് അറിയണം. മീൻ വാല്യൂ തിയറം ഞാനിവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് എഫ് ഫ്രം എ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ടു ആർ ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. ദെൻ there exists some point c in open interval a b such that f dash of c is equal to f of b minus f of a divided by b minus a. ഇനി ഇതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിറ്റേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്ക് ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആണ് അല്ലേ? കാരണം ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ടെർമിനൽ പോയിന്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഫംഗ്ഷൻ വാല്യൂ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി. ദാറ്റ് മീൻസ്
ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ആവറേജ് വെലോസിറ്റി. സോ ഇതാണ് ഒരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ഇതുപോലെ ഒത്തിരി ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇതല്ലാതെ വേറെ ഏതെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. നിങ്ങൾ +2 തൊട്ട് പഠിക്കുന്ന കാര്യമാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഞാനിത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത് കാണുന്നുണ്ടാവും. നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് റെഫർ ചെയ്യുക കേട്ടോ. അപ്പം ഇത് ലെറ്റ് y ഈസ് ഈക്വൽ ടു സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നില്ല, നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ് +2 ഫൈൻ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുകയാണ്. ഞാൻ ഓരോ സ്റ്റെപ്പ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഡി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ് +2 that is equal to d by dx of e raised to sin x minus d by dx of log of cos x plus d by dx of 2. That is e raised to sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to sin x into ഡെറിവേറ്റീവ് ഓഫ് sin x that is equal to cos x minus ഇനി d by dx log of cos x. log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ log cos x ന്റെ ഡെറിവേറ്റീവ് 1/cos x into cos x ന്റെ ഡെറിവേറ്റീവ് -sin x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 2 എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? e raised to sin x into cos x plus sin x divided by cos x. That is equal to എന്താണ് ആൻസർ? e raised to sin x into cos x plus sin x by cos x എന്താണ്? tan x ആണ്. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യനുമായി ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എഫ് ആൻഡ് ജി ആർ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി വാട്ട് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എൻ എക്സ് റേസ് ടു എൻ എന്നും കൊടുത്തു, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി എം എക്സ് റേസ് ടു എം എന്ന് കൊടുത്തു. അത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് കൊടുത്താണ്. നിങ്ങൾക്ക് സിമിലർ ആയിട്ട് വേറെ ആൽഫബറ്റ്സ് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് എ എനും ബി എനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഫും ജിയും പോളിനോമിയലാണ്. അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത്. വേർ എൻ ലെസ് ദാൻ എം, അത് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഡിഗ്രി ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി. ഇവിടെ ഡിഗ്രി ഓഫ് എഫ് എന്താണ്? എൻ ആണ് അല്ലെ. അതുപോലെ ഇവിടെ ഡിഗ്രി ഓഫ് ജി എന്താണ്? എം ആണ്. അപ്പൊ അതുകൊണ്ടാണ് എൻ ലെസ് ദാൻ എം. ഡിഗ്രി ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി. സോ എൻ ലെസ് ദാൻ എം എടുത്തത്. ഇനി നമ്മൾ പറയാണ് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എങ്ങനെ എഴുതാം? an x raised to n by bm x raised to m. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് എഴുതിയത്? കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ട കാരണം എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിന്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? an ബൈ ബി എം, അത് കോൺസ്റ്റൻസ് ആണ് അല്ലെ, ഇൻറ്റു എക്സ് റേസ് ടു എൻ ബൈ എക്സ് റേസ് ടു എം. ദാറ്റ് ഈസ് ഇവിടെ ഈ എക്സ് റേസ് ടു എന്നിനെ താഴോട്ട് കൊണ്ടുപോവാണ്. സോ an ബൈ ബി എം ഇൻറ്റു 1 ബൈ എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് എൻ എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് റേസ് ടു എം മൈനസ് എൻ. നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം അല്ലെ, ദാറ്റ് ഈസ് എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് റേസ് ടു മൈനസ് എൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് 1 ബൈ എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് എൻ എന്ന് വരും. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം, എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി എന്താ? എക്സ് റേസ് ടു എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വരും? 1 ബൈ എക്സ് റേസ് ടു എം മൈനസ് എൻ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ 1 ബൈ എക്സ് റേസ് ടു എം മൈനസ് 1 എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഈ എൻ ലെസ് ദാൻ എം ആണ്. എൻ എമ്മിനേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ എന്തായാലും ഈ എം മൈനസ് എൻ വലിയ വാല്യൂന്ന് ചെറിയ വാല്യൂ കുറയ്ക്കുന്നതാണ്. അതെന്തായാലും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം മൈനസ് എൻ എന്താവും? ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യും ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. കാരണം ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യും. എക്സ് ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ ഈ എക്സ് റേസ് ടു എം മൈനസ് എന്നും എന്താവും? ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യും. ദാറ്റ് ഇംപ്ലൈസ് 1 ബൈ എക്സ് റേസ് ടു എം മൈനസ് എൻ ഈസ് ടെൻസ് ടു 0. സോ therefore ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്താവും? 0 ആവും. കാരണം ഇത് ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുമെങ്കിൽ 1 ബൈ ആ വാല്യൂ എന്ത് ചെയ്യും? 0യിലേക്ക് ടെൻഡ് ചെയ്യും. അതൊക്കെ നമ്മുടെ ബേസിക് പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ്. ഡിഫൈൻ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. ഞാനിവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ റെഫറൻസ് ബുക്കും കൂടി ഒന്ന് റെഫർ ചെയ്ത് ഈ ഒരു ഡെഫിനിഷൻ
പഠിക്കുക കേട്ടോ. അടുത്തത് സ്റ്റേറ്റ് മാക്സിമം ഇൻഇക്വാലിറ്റി ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ്. ഇതും ഞാൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് റെഫറൻസ് ബുക്ക് വെച്ചിട്ടാണോ പഠിക്കുന്നത് അത് വെച്ചും കൂടി ഒന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. അപ്പം ഞാനിവിടെ ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് എയിലെ 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എഫ് ഈസ് എൻ ഓഡ് ഫംഗ്ഷൻ ഇന്റഗ്രൽ -a to a f of x dx is equal to what? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഡ് ആണെങ്കിൽ എഫിന്റെ പ്രോപ്പർട്ടി എന്താണ്? എഫ് ഓഫ് -x is equal to -f of x ആണ്. ഇനി എന്ത് ചെയ്യുന്നു, ഈ -a to a നെ സ്പ്ലിറ്റ് ചെയ്യാണ്, -a to 0യും 0 to aയും. അപ്പോൾ നമുക്കറിയാം ഈ എഫ് ഓഫ് -a to 0 എന്ന് പറയുമ്പോൾ എന്താ, എഫ് ഓഫ് എക്സ് -a to 0യിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്ത് വരും? -f of x വരും. കാരണം -a to 0യിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -x ആണ്. സോ എഫ് ഓഫ് -x is equal to എന്ത് കിട്ടും? -f of x പ്ലസ് അടുത്തതോ ഇന്റഗ്രൽ 0 to a, അത് പോസിറ്റീവ് വാല്യൂ ആണ് അല്ലെ, അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് dx is equal to എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. സോ -f of x പ്ലസ് എഫ് ഓഫ് എക്സ് is equal to എന്തായി? 0 ആയി. ഇനി പാർട്ട് എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വി സേ ദാറ്റ് എ ഫംഗ്ഷൻ y is equal to f of x ഈസ് കോൺകേവ് ഡൗൺ ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ a b. അപ്പോൾ ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് f ഡബിൾ ഡാഷ് ഓഫ് x ഈസ് ലെസ് ദാൻ 0 ദെൻ f of x ഈസ് സെഡ് ടു ബി കോൺകേവ് ഡൗൺ. അപ്പോൾ പാർട്ട് എ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് എ കഴിഞ്ഞിട്ട് ഇനി പാർട്ട് ബി ഞാനിപ്പം എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം. പാർട്ട് എ ഞാനിപ്പോൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഇനി ചെയ്യാൻ